ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള സ്റ്റോറി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മൾ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു വന്നു. എവിടെ എത്തിയിട്ടുണ്ട്, അവൻ്റെ വീട്ടിൽ അവൻ്റെ ഗാർഡനിലൊക്കെ ഇങ്ങനെ കളിക്കുന്നതും അവൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചു. അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം മേക്കിംഗ് എ ഷവർ എന്നുള്ള സബ് ടൈറ്റിൽ വരുന്ന ഒരു ഭാഗമാണ്. നമുക്ക് മേക്കിംഗ് എ ഷവർ എന്താണ്, പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, പിന്നെ അവൻ്റെ മുത്തശ്ശിയായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് പിന്നെ പറയുന്നത്. അപ്പോൾ മേക്കിംഗ് എ ഷവർ എന്നുള്ള പാട്ടിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. It was a evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make it fun if I shook the tree and grandfather and I would get a good shower. I liked bathing in the rain, but he might not be like it. But it would be great fun. എന്താണ്? It was an evening ആഫ്റ്റർ എ ഹെവി റെയിൻ ഇല്ലേ. നല്ല കടുത്ത മഴയ്ക്ക് ശേഷമുള്ളൊരു വൈകുന്നേരം അല്ലേ. ഒരു വൈകുന്നേരം നല്ല മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന ആ ഒരു സമയം ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്യുന്നത്? വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അല്ലേ. മുല്ലച്ചെടിയിൽ നിന്ന് മുല്ലപ്പൂക്കൾ പറിക്കുകയായിരുന്നു. എവിടെ നിന്ന്? അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ അല്ലേ. ചന്ദന മരത്തിൻ്റെ താഴെയുള്ള മുല്ലച്ചെടിയിൽ നിന്ന് പൂക്കൾ പറിക്കുകയായിരുന്നു ആര്? ഗ്രാൻഡ് ഫാദർ. ദ ലീവ്സ് ഓഫ് ദി ട്രീ വർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. മഴ തോർന്ന് നിൽക്കല്ലേ, മരത്തിൻ്റെ ചില്ലകളിലും മരത്തിൻ്റെ ഇലകളിലൊക്കെ എന്താണ് നല്ല ഒരുപാട് മഴത്തുള്ളികളുണ്ട്. ഐ ന്യൂ ഐ കുഡ് മേക്ക് ഇറ്റ് റെയിൻ ഇഫ് ഐ ഷുക്ക് ദ ട്രീ ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. എന്താ, രാജയ്ക്ക് അറിയാം എന്താ പറയുക, ആ മരം ഒന്ന് നന്നായിട്ട് കുലുക്കി കഴിഞ്ഞാൽ രാജയ്ക്കും അതുപോലെ മുത്തശ്ശനും ഒരു നല്ല ഷവർ അല്ലേ, നല്ലൊരു ഷവർ കിട്ടുമെന്ന് അറിയാം. കാരണം വെള്ളത്തുള്ളികളൊക്കെ അവരുടെ മേത്താവുമല്ലോ അല്ലേ നന്നായിട്ട് കുലുക്കുമ്പോൾ. അങ്ങനെ അവനത് ഇഷ്ടമാണ്. ഐ ലൈക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. അവനിങ്ങനെ മഴയത്ത് കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. ബട്ട് ഗ്രാൻഡ് ഫാദർ മൈറ്റ് നോട്ട് ബി ലൈക്ക് ഇറ്റ് അല്ലേ. ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടം. സോ ഐ ക്വയറ്റ്ലി വെൻ നിയർ ദ സാൻഡൽവുഡ് ട്രീ ആൻഡ് ഐ ഷുക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. ദർ വാസ് എ ഹെവി ഷവർ ആൻഡ് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വാസ് സോക്ഡ്. I loved it, but grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me, so I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stumbled and fell. I ran away to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. എന്താണ്? സോ ഐ ക്വയറ്റ്ലി വന്നില്ലേ, അതുകൊണ്ട് തന്നെ അവനെ അറിയാം. എന്നിട്ട് എന്ത് ചെയ്യുക, സാൻഡൽവുഡ് ട്രീൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ്റെ എല്ലാ ശക്തി എടുത്തിട്ടില്ലേ, വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത് നന്നായിട്ട് ആ മരം ഒന്ന് കുലുക്കി കൊടുത്തു. എന്ത് സംഭവിച്ചിട്ടു? ദർ വാസ് എ ഹെവി ഷവർ അല്ലേ, നന്നായിട്ട് മഴവെള്ളം വന്നു അല്ലേ, മരത്തിൽ നന്നായിട്ട് ഹെവി ഷവർ വന്നു. ഗ്രാൻഡ് ഫാദറും അതുപോലെ രാജ എന്ത് ചെയ്തു? നനഞ്ഞു അല്ലേ, സോക്ട്. അവർ നനഞ്ഞു. ഐ ലവ്ഡ് ഇറ്റ് അല്ലേ, രാജയ്ക്ക് അത് വളരെ ഇഷ്ടമായി. ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. മുത്തശ്ശൻ എന്തായില്ല, അത് ഇഷ്ടപ്പെട്ടില്ല. ഹി ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക് അല്ലേ. മുത്തശ്ശനൊരു ദേഷ്യത്തോടെയുള്ള നോട്ടത്തിൽ ഒന്ന് തിരിഞ്ഞു അല്ലേ, അവനെ ഒന്ന് വളരെ ദേഷ്യത്തോടെ നോക്കി. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. രാജയ്ക്ക് ഉറപ്പായിരുന്നു എന്താണ്, മുത്തശ്ശൻ പിടിക്കുകയും ചെയ്യും അടിക്കുകയും ചെയ്യും, അത് ഉറപ്പായിരുന്നു. അപ്പോൾ രാജ എന്ത് ചെയ്തു? രാജ റാൻ ഫാസ്റ്റ്ലി. രാജ എന്താ ചെയ്ത്? വേഗത്തിൽ ഓടി. പക്ഷെ മുത്തശ്ശനോ അതിലും വേഗത്തിൽ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി. അവനെ പിടിച്ചില്ല എന്നല്ലേ, ഓൾമോസ്റ്റ് കൗട്ട് ചെയ്യാനായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വീണു അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? രാജ അവിടുന്ന് വേഗം ഓടി. റാൻ എവേ ടു ദ പാഡി ഫീൽഡ്സിലെ വയലിലേക്ക് ഓടി. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ വയലിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. ഹൈഡ് ഹിംസെൽഫ് ദെയർ. അപ്പോൾ അവനെന്താ കേട്ടത്? ഐ ഹേർഡ് ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ദാറ്റ് ഹി വുഡ് ടീച്ച് മീ എ ലെസൺ വെൻ ഐ കം ബാക്ക് ഹോം അല്ലേ. അവിടെ നിന്നിട്ട് അവനിങ്ങനെ കേൾക്കാം മുത്തശ്ശൻ പറയുന്നത്, നീ ഇങ്ങോട്ട് തിരിച്ചു വാ, തിരിച്ചു വരുമ്പോൾ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത് ആര് കേട്ടു? രാജ കേട്ടു. ഓക്കെ. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ home because I feared grandfather would beat me. I stayed on in the fields.
It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. ഇല്ലേ, രാജിക്ക് പേടിയായിരുന്നു വീട്ടിലേക്ക് പോവാനല്ലേ. ഐ ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ഹോം ബിക്കോസ് ഐ ഫിയർഡ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ. അതെ, മുത്തശ്ശൻ അടിക്കുമെന്ന് പേടിയായതുകൊണ്ട് അവനെ വീട്ടിലേക്ക് പോവാൻ പേടിയായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ ഫീൽഡിൽ തന്നെ ഒളിച്ചിരുന്നു. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്സ്. പിന്നെ ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്ലി, ഇരുട്ടായി വരുന്നുണ്ടായിരുന്നു, ഇങ്ങനെ സന്ധ്യ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അവൻ ഒറ്റയ്ക്ക് അഫ്രൈഡ് ടു സ്റ്റേ ദെയർ അലോൺ ഇൻ ദ ഡാർക്ക്നെസ്, ഒറ്റയ്ക്ക് ഇരുട്ടത്തിരിക്കാനൊക്കെ പേടിയായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരുപാട് പ്രേത കഥകളൊക്കെ അവൻ അറിയുന്ന പ്രേത കഥകളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ അവനാകെ പേടിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, എണീറ്റിട്ട് വേഗം ചുറ്റും നോക്കിയിട്ട് വീടിൻ്റെ അടുത്തേക്ക് നേരെ ഓടി. It was still afraid to face grandfather, so I did not go inside the home. I went to the cowshed and took shelter in the loft. From there I could see grandfather sitting on the veranda saying his prayers. ഇല്ലേ, എന്താണ്, അപ്പോഴും വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. അവനെ പേടിയായിരുന്നു മുത്തശ്ശൻ അടിക്കുമോ എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, വീടിൻ്റെ അകത്തേക്ക് പോയില്ല. എന്താണ്, അവിടെയുള്ള കൗഷഡിൽ അല്ലേ, ആലയിൽ പോയിട്ട് അവിടെ ഇരുന്നു. ആ ലോഫിൽ ഒരു തണൽ അവിടെ ഇങ്ങനെ ഇരുന്നു. ഫ്രം ദർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വരാന്ത സേയിങ് ഹിസ് പ്രൈസ്. അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, രാജിക്ക് കാണായിരുന്നു മുത്തശ്ശൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത് ഇവന് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുമായിരുന്നു. വൈ ഡിഡ് രാജ സെലക്ട് ദ ലോഫ് ഇൻ ദ കൗഷഡ് ആസ് എ സൈഡിങ് പ്ലേസ്? എന്തുകൊണ്ടായിരിക്കും രാജ ആ ഒരു ഒളിക്കാൻ വേണ്ടിയിട്ട് ആ ആല തന്നെ തിരഞ്ഞെടുത്തത് അല്ലേ? എന്തുകൊണ്ടാണ്? അവന് അവിടെ നിന്നിട്ട് അവൻ്റെ വീട് കാണാൻ പറ്റില്ലേ, മുത്തശ്ശനെയൊക്കെ കാണാൻ പറ്റും പറഞ്ഞാൽ അവന് വല്ല പേടിയായിരുന്നു പുറത്തൊറ്റയ്ക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറാൻ വയ്യ, മുത്തശ്ശനെയൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവന് അങ്ങനെ ആ കൗഷഡിൽ ഹൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ വെൻ ഐ ഡിഡ് നോട്ട് turn up. She looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. He is not in the house, grandmother said. I looked for him everywhere. എന്താണ്, ഗ്രാൻഡ് മദർ അല്ലേ, മുത്തശ്ശൻ അറിയാം ഇവനെ എവിടെ ഒളിച്ചിരിക്കുകയാണെന്ന്. ഗ്രാൻഡ് മദർ എന്താണ്, ഇവനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവൻ തിരിച്ചു വരാത്ത സമയത്ത് ഇവരെന്ത് ചെയ്തു, വീട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും നോക്കി. പിന്നെന്താണ്, പുറത്ത് വന്നു. വീട്ടിലെല്ലായിടത്തും നോക്കിയിട്ട് അയാൾ മുത്തശ്ശി പുറത്ത് വന്നിട്ട് മുത്തശ്ശി എന്താ വിചാരിച്ചത്, ഇവൻ ഗാർഡനിൽ ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് ഉറക്കെ വിളിച്ചു. പക്ഷേ ഷീ ഡിഡ്ന്റ് ഗെറ്റ് എനി ആൻസർ അല്ലേ, അവൾക്കൊരു മറുപടിയും കിട്ടില്ല. രാജവിളി കേട്ടതൊന്നുമില്ല. എന്നിട്ട് അവർ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ എവിടെയാണ് കണ്ടോ എന്നൊക്കെ ചോദിച്ചു. മുത്തശ്ശൻ എന്ത് പറഞ്ഞു, നീ വീട്ടിലൊക്കെ നോക്ക്, അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ എന്ത് പറഞ്ഞു, ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്, അവനും വീടിനകത്തില്ല, ഞാൻ വീടിനകത്ത് എല്ലായിടത്തും നോക്കിയെന്ന് മുത്തശ്ശി പറഞ്ഞു. Grandmother was extremely worried when he knew that Raja was missing. Pick out the sentences from the passage which convey this idea. അല്ലേ, ഗ്രാൻഡ് വളരെ ടെൻഷനായിരുന്നു, എക്സ്ട്രീംലി വറീഡ് ആയിരുന്നു. എന്താണ്, രാജ വീട്ടിലില്ല എന്ന് അറിഞ്ഞപ്പോൾ അത് തെളിയിക്കുന്ന സെൻറ്റൻസുകൾ പിക്ക് ഔട്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്ക് ആ ഒരു പാസേജ് വായിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്താണ്, എല്ലായിടത്തും തിരഞ്ഞു, അതുപോലെ പുറത്തേക്ക് നോക്കിയിട്ട് അവനെ വിളിച്ചു, അതുപോലെ മുത്തശ്ശൻ്റെ അടുത്ത് തിരക്കി, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് എന്ത്, നമ്മുടെ ഗ്രാൻഡ് മദർ വാസ് എക്സ്ട്രീംലി വറീഡ് ആണെന്ന് തെളിയിക്കുന്ന സെൻറ്റൻസുകൾ അല്ലേ. ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ എന്നൊക്കെയുള്ളത്. ദ ന്യൂസ് സ്പ്രെഡ്സ്. Then the grandfather stood up and went outside and called aloud, "Come Raja, come, I won't beat you." But I did not answer him, for I thought that he would beat me. എന്താണ്, ഗ്രാൻഡ് ഫാദർ അവിടെ നിന്ന് എണീറ്റു, ഇവനെ വിളിച്ചിട്ട് കാണായിട്ടില്ലേ, എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, കം രാജ കം, വാ, ഐ വോണ്ട് ബീറ്റ് യു, ഞാൻ നിന്നെ അടിക്കില്ല. ബട്ട് ഡിഡ് നോട്ട് ആൻസർ ഹിം. പക്ഷേ രാജ എന്ത് ചെയ്തു, ഉത്തരമൊന്നും പറഞ്ഞില്ല, വിളി കേട്ടതുമില്ല. എന്താണ്, അവൻ അപ്പോഴും വിചാരിക്കണം എന്താണ്, മുത്തശ്ശൻ എന്തായാലും അടിക്കുമെന്ന് കരുതിയിട്ട് അവൻ വിളി കേട്ടതൊന്നും ഇല്ല.
Grandmother was angry and said, "He won't come. You drove him away. I heard you say that you would beat him if he came home. Poor child, he is afraid of you and has run away." ഗ്രാൻഡ് എന്ത് ചെയ്തു? ഗ്രാൻഡ് വളരെ ദേഷ്യം വന്നൂല്ലേ. എന്നിട്ട് പറഞ്ഞു, അവൻ വരില്ല. യു ഡ്രോവ് ഹിം ഹെവ്, നിങ്ങൾ അവനെ എവിടെയോ ഇട്ടിട്ട് വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കം ഹോം. ഇല്ലേ, നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അടിക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുത്തശ്ശൻ്റെ അടുത്ത് ചൂടാവുകയാണല്ലേ. പാവം കുട്ടി, അവന് ആകെ പേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻറ്റ്സ് ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started waking up down the courtyard. ഇല്ലേ, ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? അപ്പോൾ സെർവൻസിനെയൊക്കെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? അവനെ ഒന്ന് പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. എന്താണ്, അവരോടൊക്കെ ഒന്ന് ഇവനെ എവിടെയാണുള്ളതെന്ന് തരാൻ പറഞ്ഞു. എന്നിട്ട് അവർ പുറത്ത് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. എന്താ പറഞ്ഞത്? എന്നിട്ട് അവർക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചു വന്നു. അവർക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോഴേക്ക് ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു? വീപ്പ് ചെയ്യാൻ തുടങ്ങിയില്ലേ, നന്നായിട്ട് കരയാൻ തുടങ്ങി, തേങ്ങി കരയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ അവിടെ നിന്ന് എണീറ്റിട്ട് എന്ത് ചെയ്തു? കോർട്ട്യാർഡിലേക്ക് പോയി. കോർട്ട്യാർഡിലേക്ക് ഇങ്ങനെ നടന്നു. ഓക്കെ, Grandmother felt angry with grandfather. Do you support the grandmother? Why? ഇല്ലേ, ഗ്രാൻഡ് മദറിന് മുത്തശ്ശനോട് ദേഷ്യം വന്നു. നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു ചോദ്യം. The news that I was missing spread. Our neighbors came first, then our relatives, and then the others who had heard the bad news. Many came to offer their sympathies to grandmother. Grandfather did not like this. He shouted, "Nothing has happened to the boy. He is hiding somewhere. Can some of you out and find him instead of wasting your time here?" ഇല്ലേ, ഈ വാർത്ത പറഞ്ഞു, ഇവനെ കാണാനുള്ളതൊക്കെ വാർത്ത പറഞ്ഞു. എന്ത് ചെയ്തു? അവരുടെ അയൽവാസികളും അതുപോലെ റിലേറ്റീവ്സും ഒക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരുപാട് സിമ്പതികളൊക്കെ ഇല്ലേ, മുത്തശ്ശിയുടെ അടുത്ത് ഇങ്ങനെ സിമ്പതിയൊക്കെ കാണിക്കാൻ തുടങ്ങി. അവരിങ്ങനെ അവരുടെ സങ്കടമൊക്കെ അറിയിച്ചു. പക്ഷേ മുത്തശ്ശന് ഇതൊന്നും ഇഷ്ടമായില്ല. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. എന്നിട്ട് എന്ത് ചെയ്തു? അയാൾക്ക് ഇഷ്ടമൊന്നും അയാൾ ഉറക്കെ ഇങ്ങനെ ചീത്ത പറയുന്ന പോലെ ഉറക്കെ പറഞ്ഞു, കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്. കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഹീ ഈസ് ഹൈഡിങ് സംവെയർ. അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് അവനെ ഒന്ന് കണ്ടുപിടിച്ചൂടെ? ഇവിടെ കിടന്നിങ്ങനെ സമയം കളയുന്നതിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ, ഇവിടെ ഇങ്ങനെ സമയം കളയുന്നതിന് പകരം നിങ്ങൾക്കൊക്കെ അവനെ പോയി ഒന്ന് അന്വേഷിച്ചുകൂടെ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അല്ലേ. ഈ ഒരുപാട് പേര് ഇവരെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? സങ്കടം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഈ സമയം നിങ്ങൾക്ക് അവനെ ഒന്ന് പോയി തിരഞ്ഞൂടെ? അവനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. Some of them went out to search for me. More and more people came, and soon there was a big crowd. By now, grandmother had lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. എന്താണ്? സം ഓഫ് ദം വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. ഇല്ലേ, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? ഇവനെ തിരഞ്ഞ് പുറത്തേക്ക് അന്വേഷിക്കാൻ പുറത്തിറങ്ങി. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു? വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ വന്നിട്ട് വലിയൊരു ആൾക്കൂട്ടമായില്ലേ. ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം ഗ്രാൻഡ് മദർ ഏകദേശം ഉറപ്പിച്ചു അല്ലേ. ഗ്രാൻഡ് മദറിന് എല്ലാ പ്രതീക്ഷയും പോയി. ഇവനെ ഒന്നും കൂടി കാണാൻ പറ്റുന്നുള്ള എല്ലാ പ്രതീക്ഷകളും പോയി. എന്നിട്ട് ഇവളിങ്ങനെ പറയുന്നു, എന്ത് നല്ല കുട്ടിയായിരുന്നു എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങനെ തിരയാൻ പോയ ആൾക്കാരൊക്കെ ഇവനെ കണ്ടുപിടിക്കാൻ കഴിയാതെ തിരിച്ചു വന്നു. അപ്പോൾ എന്ത് ചെയ്തു? മുത്തശ്ശി ഒന്നും കൂടെ ഉറക്കെ കരയാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഇതിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെയൊക്കെ കാണുമ്പോൾ ഇവരെല്ലാവരും എങ്ങനെ അഭിനയിച്ചത്? ഇവൻ മരിച്ചു പോയി എന്നുള്ള രീതിയിലാണ് ഇവർ ട്രീറ്റ് ചെയ്തത്. Grandfather was a man of strong will, but I knew that he too felt very sad. He did not, however, lose hope. He stood up, turned in the direction of our family temple and prayed, "Help me, God," he said. "Give my child
ഐ വോണ്ട് ഹിം നൗ, ഐ കനോട്ട് വെയിറ്റ് എനി. ഇവന് വലിയ സങ്കടമൊക്കെ ആയി, അവന് പുറത്തേക്ക് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു, ഗ്രാൻഡ് ഫാദർ നല്ല വിൽ പവറൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി. എന്നിട്ട് എന്ത് ചെയ്തു, പക്ഷെ പ്രതീക്ഷയൊന്നും കൈവിട്ടില്ല. അയാൾ എന്ത് ചെയ്തു, അയാളുടെ ഫാമിലി ടെമ്പിളിൻ്റെ അടുത്തേക്ക് അല്ലേ, അവിടെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. ഗോഡിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. ഹെൽപ്പ് മീ ഗോഡ്, ഗീവ് മൈ ചൈൽഡ് അല്ലേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരുമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് അവനെ വേണം, മോനെ എനിക്ക് വേണം, അപ്പോൾ അവനെ തിരിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു. എനിക്കിനിയും കാത്തു നിൽക്കാൻ കഴിയില്ല, ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ, എനിക്കിനിയും കാത്തു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സൈലൻ്റായിട്ടിങ്ങനെ പ്രെയറിൽ ഇങ്ങനെ നിന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നു. വേർ മൈറ്റ് ദസ് പീപ്പിൾ ഹാവ് സെർച്ച്ഡ് ഫോർ രാജ, വൈ കുഡൻറ്റ് ഫൈൻഡ് ദം അല്ലേ, എവിടെയാണ് ഈ ആൾക്കാർ ഇവനെ തിരഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇവനെ കിട്ടാണ്ടിരുന്നത് അല്ലേ. ഇവനെ കുറച്ച് ദൂരെയൊക്കെ ആയിട്ട്, ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ഇവിടെ അടുത്തൊന്നും ആരും തിരയുന്നില്ല അല്ലേ. അങ്ങനെയാണ് അപ്പം പോയിരുന്നത്. അതുകൊണ്ടാണ് അവനെ പെട്ടെന്നൊന്നും ആർക്കും കിട്ടാതിരുന്നത് അല്ലേ. അവന് കുറച്ച് ദൂരെയാണെന്ന്, ഇവരെല്ലാവരും ദൂരെ സ്ഥലങ്ങളിലും അപ്പോൾ അടുത്തൊക്കെ തിരയാണ്. ഇവനിവിടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് അവനെ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത്. ഐ വോണ്ടഡ് ടു കം ഔട്ട്, വാട്ട് പ്രിവെൻറ്റ് കമ്മിങ് ഔട്ട് അല്ലേ, രാജയ്ക്ക് പുറത്തേക്ക് വരണം എന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് രാജേനെ തടഞ്ഞതില്ലേ, പിന്നെ എന്തൊരു ഫാക്ടർ അവനെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്, അവന് മുത്തശ്ശനോടുള്ള പേടിയായിരുന്നു അല്ലേ. ഇനി പുറത്ത് വന്നാൽ അടി കിട്ടുമെന്നുള്ള പേടി ആയിരുന്നു. അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺ. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്. ഹി കെയിം ടു ദ കൗഷെഡ് ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. ഐ കെയിം ഡൗൺ. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ house. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arm in joy, hugged me and said, God heard my prayers and has given you back to us. എന്താണ്, ആ സമയത്താണ് നമ്മുടെ അങ്കിൾ തിരിച്ചു വരുന്നത്. അങ്കിൾ തിരിച്ചു വന്നിട്ട് അങ്കിളിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം, വീട്ടിലെന്താ സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലായി. അദ്ദേഹം ചുറ്റും ഇങ്ങനെ നോക്കി, ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് എന്നിട്ട് ഊഹിച്ചു ഇവൻ എവിടെയായിരിക്കും എന്നുള്ള കാര്യം ഊഹിച്ചു. എന്നിട്ട് നേരെ എവിടെ പോയി, ആലയിൽ പോയിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു താഴെ ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ഇവനെയും കൊണ്ട് എന്ത് ചെയ്തു, അങ്കിൾ വീട്ടിലേക്ക് പോയി. ഗ്രാൻഡ് ഫാദർ അപ്പോൾ പ്രാർത്ഥനയിലായിരുന്നു അല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അപ്പോൾ ജസ്റ്റ് പ്രാർത്ഥന ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങനെ തിരിയായിരുന്നു. ആ സമയത്ത് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇവൻ എവിടെയുണ്ട്, മുത്തശ്ശൻ്റെ പിന്നിലായിട്ട് സ്റ്റാൻഡിങ് ബിഫോർ ഹിം, മുത്തശ്ശൻ്റെ പിന്നിലായിട്ട് ഇവനിങ്ങനെ നിൽക്കുന്നുണ്ട്. തിരിഞ്ഞു നിന്ന് കണ്ണ് തുറന്നപ്പോൾ ഇവനെ കാണുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ് അല്ലേ. അവനെ വേഗം കയ്യിലെടുത്തു. അവനെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഹഗ്ഡ് മീ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഗോഡ് ഹേർഡ് മൈ പ്രേയേഴ്സ് അല്ലേ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ആൻഡ് ഹാസ് ഗിവൻ യു ബാക്ക് ടു അസ് അല്ലേ, എന്നിട്ട് ഞങ്ങൾക്ക് നിന്നെ തിരിച്ചു തന്നു. അത്രയും സന്തോഷത്തിലില്ലേ. ഇവനെ കാണാനില്ല എന്നുള്ള ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ ഇവനെ കണ്ടപ്പോൾ അത്രയും എക്സ്ട്രീം ഹാപ്പി ആയിട്ട് ഇവനെ എടുത്ത് പൊക്കിയിട്ട് ചെയ്തിട്ട് വെൻ ഹി റിട്ടേൺ ഹോമിലെ എന്തായിരിക്കും രാജ അവൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക.